യേശുക്രിസ്തു പറഞ്ഞ വിലയേറിയ മുത്തിന്റെ കഥ, ദ പാരബിൾ ഓഫ് ദ പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്. കഥ ഇങ്ങനെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നല്ല മുത്തുകൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യാപാരിയുണ്ടായിരുന്നു. മുത്തുകളുടെ ഗുണമേന്മ തിരിച്ചറിയാൻ നല്ല കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മനോഹരമായ ഒരു മുത്ത് കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. ഒരിക്കൽ തന്റെ യാത്രക്കിടയിൽ അയാൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര തിളക്കവും ഭംഗിയുമുള്ള അത്യപൂർവമായ ഒരു വലിയ മുത്ത് കണ്ടു. അത് കണ്ട നിമിഷം തന്നെ ലോകത്തിലെ മറ്റെല്ലാ മുത്തുകളെക്കാളും വിലയേറിയതാണ് ഇതെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ ആ മുത്തിന് വലിയൊരു വില നൽകേണ്ടതുണ്ടായിരുന്നു. ആ മുത്ത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുറപ്പിച്ച ആ വ്യാപാരി സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് തനിക്കുണ്ടായിരുന്ന സകല സമ്പാദ്യങ്ങളും വീടും വസ്തുക്കളും വിറ്റു. ആ പണം മുഴുവൻ കൊടുത്ത് അയാൾ ആ വിലയേറിയ മുത്ത് സ്വന്തമാക്കി. തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് ലഭിച്ചതിൽ അയാൾ അത്യന്തം സന്തുഷ്ടനായി. ഉപമയിലെ ഗുണപാഠം. ഈ ലളിതമായ കഥയിലൂടെ യേശു പഠിപ്പിക്കുന്നത് ഇതാണ്. 1. മുത്ത് സമം ദൈവരാജ്യം. ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും ധനത്തെക്കാളും വലുതാണ് ദൈവത്തെ അറിയുന്നതും ദൈവരാജ്യത്തിന്റെ ഭാഗമാകുന്നതും. 2. വ്യാപാരി സമം വിശ്വാസി. സത്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് വ്യാപാരി സൂചിപ്പിക്കുന്നത്. 3. ത്യാഗം. ഉന്നതമായ സത്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതുവരെ വലുതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും, അഹങ്കാരം, പാപകരമായ സുഖങ്ങൾ, അമിതമായ സ്വത്തുമോഹം ഉപേക്ഷിക്കാൻ ഒരു വിശ്വാസിക്ക് മടി തോന്നില്ല. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്തുകളെ അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശമാകുന്നു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ പോയി തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ കഥയും നിലത്തൊളിപ്പിച്ചുവെച്ച നിധിയുടെ കഥയും ഒരേ അർത്ഥമാണ് നൽകുന്നത്. ദൈവരാജ്യം കണ്ടെത്തുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.